അഡീഷൻ ഓഫ് ടു പോളിനോമിയൽസ് യൂസിങ് അറേ. അപ്പോൾ ഒരു അറേ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് അറേ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് റെപ്രസെൻറ്റേഷൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അഡീഷൻ എങ്ങനെ ചെയ്യാമെന്ന് മാത്രം പറയാം. അപ്പോൾ പോളിനോമിയൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ രണ്ട് പോളിനോമിയൽ ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും എക്സിൻ്റെ പവർ സെയിം ആയിട്ടുള്ള ടേംസ് ആഡ് ചെയ്യാം, അത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 അറയാണ്. ഇത് പോളിനോമിയൽ 1, പോളിനോമിയൽ 2, ഈ പോളിനോമിയൽ 3 എന്ന് പറഞ്ഞ അറയിലേക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വെക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ 3 അറയുടെയും സൈസ് 10 ആണ്, 0 to 9 ഇൻഡെക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് അറയിൽ നമ്മൾ ഫസ്റ്റ് പോളിനോമിയൽ വെച്ചിട്ടുണ്ട് 4x³ + 2x + 5. ആൻഡ് സെക്കൻഡ് അറയിൽ സെക്കൻഡ് പോളിനോമിയൽ 2x⁻⁷ + 3x⁵ + 9x³ + 3x. ഇതാണ് സെക്കൻഡ് പോളിനോമിയൽ. അപ്പോൾ ഇനി തേർഡ് പോളിനോമിയൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് അതിലുള്ള വാല്യൂസ് ആഡ് ചെയ്യാം. അതായത് ഇതിൽ 5ഉം 0യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും, 2 + 3 5 കിട്ടും, 0 + 3 0, 4 + 9 13. പിന്നെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ ഗാർബേജ് വാല്യൂ ആയിട്ട് ഇടാൻ പറ്റില്ല. ഇവിടെ നമ്മളൊന്നും സ്റ്റോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ വാല്യൂസ് വരും. അപ്പോൾ ആ വാല്യൂ ആയിട്ട് ഇവിടെ ആഡ് ആയിപ്പോവും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ സ്മോളസ്റ്റ് ഡിഗ്രി ഏതാ നോക്കുക, ആ ഡിഗ്രി വരെയുള്ള ലൂപ്പ് എഴുതിയിട്ട് ഇവിടം വരെ ആഡ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളത് ഇതിനെടുത്തിട്ട് ഇതിനകത്തേക്ക് നേരെ കോപ്പി ചെയ്യാം. അപ്പോൾ അങ്ങനെ പോസിബിൾ ആണ് 2 പോളിനോമിയൽ മാത്രം ആഡ് ചെയ്യാനുള്ളപ്പോൾ. അപ്പോൾ നമുക്ക് 3 പോളിനോമിയൽ ആഡ് ചെയ്യണമെങ്കിലോ 3 സൈസ് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. 4 ഉണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള പൊസിഷനൊക്കെ 0 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. അതുകൊണ്ട് അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മൊത്തം അറേനെ 0 വെച്ച് അങ്ങോട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ഈ 3 അറേനെ, ഇപ്പം ഈ 3ാമത്തേന് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ 2 എണ്ണത്തിന് മൊത്തം അറേനെ ആദ്യം 0 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് റീഡ് ചെയ്യുന്ന സമയത്ത് ആ 0നെ റീപ്ലേസ് ആയിട്ട് റീഡ് ചെയ്ത വാല്യൂസ് വരും. അപ്പോൾ ഈ പൊസിഷനിലൊക്കെ 0 ആണുള്ളത്. അപ്പോൾ ഇനി 4th പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0 + 0, 5th പൊസിഷൻ 3 + 0, 6th 0 + 0, then 7th 2 + 0. അങ്ങനെയായിരിക്കും നമുക്ക് പോളിനോമിയൽ 3 കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് പോളിനോമിയൽ റീഡ് ചെയ്യണം, സെക്കൻഡ് പോളിനോമിയൽ റീഡ് ചെയ്യണം, അത് കഴിഞ്ഞ് ഇത് രണ്ടും ആഡ് ചെയ്യണം. പിന്നെ ഔട്ട്പുട്ടിൽ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോളിനോമിയൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുക, സെക്കൻഡ് പോളിനോമിയൽ ഡിസ്പ്ലേ ചെയ്യുക, തേർഡ് പോളിനോമിയൽ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ 2 തവണ നമുക്ക് റീഡും 3 തവണ പ്രിന്റും വരും. അതുകൊണ്ട് ഇതെല്ലാം ഫംഗ്ഷൻ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാണ്, കോഡ് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ റീഡിനും പ്രിന്റിനും ഒരു ഫംഗ്ഷൻ എഴുതി, കൂടെ അഡീഷനും കൂടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതുകയാണ്. അപ്പോൾ 3 ഫംഗ്ഷൻസ് ആണ് നമ്മൾ എഴുതാൻ പോണത്: റീഡ് പോളിനോമിയൽ, പ്രിന്റ് പോളിനോമിയൽ, ആഡ് പോളിനോമിയൽ. അപ്പോൾ റീഡ് ചെയ്യാനുള്ള ഇത് അതിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് മാത്രം എഴുതി വെച്ചതാണ്. റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ്റെ ഇൻപുട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡ് ചെയ്യേണ്ട അറേ ഏതാണ്, അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് അറേയാണ്. ദെൻ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ, ഇത് രണ്ടുമാണ് റീഡ് ചെയ്യാൻ വേണ്ട. പ്രിന്റ് ചെയ്യുമ്പോഴും പ്രിന്റ് ചെയ്യേണ്ട പോളിനോമിയൽ അറേ, ദെൻ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ. ദെൻ പോളിനോമിയൽസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഏതൊക്കെയാണ് ഏത് പൊസിഷനിൽ വരണം എന്നറിയാൻ വേണ്ടി പോൾ 1 പോൾ 2 എന്നൊക്കെ എഴുതാണ്. പ്രോട്ടോടൈപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് അറേ, അത് പോളിനോമിയൽ 1, സെക്കൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് അറേ പോളിനോമിയൽ 2, തേർഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് അറേ പോളിനോമിയൽ 3, അതായത് സം ഓഫ് പോളിനോമിയൽ 1 and 2. ദെൻ ഇത് ഡിഗ്രി ഓഫ് ഫസ്റ്റ് പോളിനോമിയൽ, ഡിഗ്രി ഓഫ് സെക്കൻഡ് പോളിനോമിയൽ. ഇത്രയായിരിക്കും ആഡ് പോളിനോമിയലിൻ്റെ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതിന് റിട്ടേൺ ടൈപ്പായിട്ട് ഞാൻ ഇൻറ്റിജർ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 2 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പോളിനോമിയൽ 3ൽ വെക്കും. അപ്പോൾ പോളിനോമിയൽ 3ക്ക് ഒരു ഡിഗ്രി ഉണ്ടാവില്ലേ, ആ ഡിഗ്രി അറിഞ്ഞാലേ നമുക്ക് പോളിനോമിയൽ 3 പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് പോളിനോമിയൽ 3ൽ വെക്കും, അതിൻ്റെ ഡിഗ്രി റിട്ടേൺ ചെയ്യും. ആ രീതിയിലാണ് ആഡ് പോളിനോമിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പ്രോഗ്രാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എഴുതാൻ കുറേ സമയം എടുക്കും, വീഡിയോ നീണ്ടുപോകുന്നുള്ളതുകൊണ്ട് എഴുതി വെച്ചതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ റീഡ് ചെയ്യാനുള്ളതും പ്രിന്റ് ചെയ്യാനുള്ളതും പോളിനോമിയൽ റെപ്രസെൻറ്റേഷനിൽ കണ്ടതാണ്. അപ്പോൾ ഇവിടെ അതിന് ജസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എഴുതി. റീഡ് പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ട് പി ആണ് നമ്മുടെ പോളിനോമിയൽ, ഡി ആണ് ഡിഗ്രി. അതിൻ്റെ ലൂപ്പ് വേരിയബിൾ ഇവരെ ഡിക്ലെയർ ചെയ്തു. നേരത്തെ എഴുതിയ അതേ ലൂപ്പ് തന്നെ ഡിഗ്രി മുതൽ 0 വരെയുള്ള എല്ലാ കോഎഫിഷ്യൻസും റീഡ് ചെയ്തിട്ട് പി എന്ന് പറഞ്ഞ അറയിലേക്ക് വെച്ചു. ഇനി പ്രിന്റ് പോളിനോമിയൽ,
പ്രിന്റ് ചെയ്യേണ്ട പോളിനോമിയൽ പി ആണ്, അതിൻ്റെ ഡിഗ്രി ഡി ആണ്. ലോക്കൽ വേരിയബിൾ ആയി ഡിക്ലെയർ ചെയ്തു. നേരത്തെ എഴുതിയ പ്രിന്റ് തന്നെയാണിത്. അതായത് പോളിനോമിയൽ ഓഫ് ഐ, പി ആണ് ഇവിടെ വേരിയബിൾ നെയിം കൊടുത്തത്. പി ഓഫ് ഐ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. അതിൽ 3 കേസ്: ഐ ഇസ് ഈക്വൽ ടു ഡിഗ്രി, ഐ ഇസ് ഈക്വൽ ടു 1, ഐ ഇസ് ഈക്വൽ ടു 0. ഈ 3 സ്പെഷ്യൽ കേസസും പിന്നെ നോർമൽ കേസും നേരത്തെ വീഡിയോയിൽ പറഞ്ഞ അത് തന്നെ ഇവിടെ എടുത്ത് എഴുതിയതാണ്. അപ്പോൾ പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ അതാണ്. അത് കഴിഞ്ഞ് ആഡ് പോളിനോമിയൽ. ആഡ് പോളിനോമിയലിന് ഉള്ള ഇൻപുട്സ്: ഫസ്റ്റ് പോളിനോമിയൽ P1, സെക്കൻഡ് പോളിനോമിയൽ P2, തേർഡ് പോളിനോമിയൽ P3, ഫസ്റ്റിൻ്റെ ഡിഗ്രി D1, സെക്കൻഡിൻ്റെ D2. ഇനി നമുക്ക് തേർഡ് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ഡിഗ്രി ആയിട്ട് D3 എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ദെൻ ലൂപ്പിന് വേണ്ടിയിട്ട് ഐയും. അപ്പോൾ ഡിഗ്രി ഓഫ് ദി തേർഡ് പോളിനോമിയൽ എന്തായിരിക്കും? ഈ 2 പോളിനോമിയലിൻ്റെ ഡിഗ്രിയിൽ ഏതാണോ വലിയ ഡിഗ്രി അതായിരിക്കും തേർഡ് പോളിനോമിയലിൻ്റെ ഡിഗ്രി. അപ്പോൾ D3 ഈസ് ഈക്വൽ ടു D1 ഗ്രേറ്റർ ദാൻ D2 ആണെങ്കിൽ D1 ആണ് ഡിഗ്രി, ലെസ് ദാൻ ഓർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ D2 ആണ് ഡിഗ്രി. അപ്പോൾ ഇതിൽ ലാർജസ്റ്റിനെ എടുത്തിട്ട് D3യിൽ വെച്ചു. അപ്പോൾ നമ്മുടെ നേരത്തെ എടുത്ത എക്സാമ്പിളിലാണെങ്കിൽ നമുക്ക് 7 ആയിരുന്നു ലാർജസ്റ്റ്. അപ്പോൾ 7 ആണ് നമ്മുടെ പോളിനോമിയൽ 3ൻ്റെ ഡിഗ്രി. അപ്പോൾ 7 വരെ പോണ 0 മുതൽ 7 വരെ പോണ ഒരു ലൂപ്പ് എഴുതി. അതിനകത്തുനിന്ന് പോളിനോമിയൽ 3 ഓഫ് ഐ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ 1 ഓഫ് ഐ പ്ലസ് 2 ഓഫ് ഐ ആണ്. അത് കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള വാല്യൂസ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മളതിനെ 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ ഗാർബേജ് വാല്യൂ വരും. അപ്പോൾ 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്, വെറുതെ കറസ്പോണ്ടിങ് പൊസിഷൻസ് എടുത്ത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇനി 0 വെച്ചിട്ടുള്ള ഇനീഷ്യലൈസേഷനൊക്കെ നമ്മൾ മെയിനിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ എങ്ങനെയായിരിക്കാം നോക്കുക. മെയിനകത്ത് 3 പോളിനോമിയൽസ് ഡിക്ലെയർ ചെയ്തു: പോൾ 1, പോൾ 2, പോൾ 3. ഈ മാക്സ് ഡി എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ ഒരു സിംബോളിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്തിരുന്നു. അതേപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ എഴുതണം. അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഒക്കെ മെയിനിൻ്റെ മുന്നേ എഴുതണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് ഡിക്ലറേഷൻ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഹാഷ് ഡിഫൈൻ മാക്സ് ഡി എത്രയാണെന്ന് വെച്ചാൽ അവിടെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ പോളിനോമിയൽ 1ൻ്റെ സൈസ് മാക്സ് ഡി പ്ലസ് 1 ആണ്. അതായത് മാക്സിമം ഡിഗ്രി പ്ലസ് 1 ആണ്. അതിനെ 0.0 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. അതായത് ഇതിനെ മുഴുവൻ എലമെൻസും 0.0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്തു. സെക്കൻഡ് പോളിനോമിയലിൽ മുഴുവൻ എലമെൻസ് ഇപ്പോൾ 0.0 ആണ്. തേർഡും അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്തു. ഇനി 3 ഡിഗ്രി. ഇനി നമ്മൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫസ്റ്റ് പോളിനോമിയൽ ആൻഡ് സെക്കൻഡ് പോളിനോമിയൽ D1ഉം D2ഉം റീഡ് ചെയ്യുക. അതിനുശേഷം അത് വാലിഡ് ആണോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യണം. അതായത് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു എക്സ്റ്റേം എങ്കിലും ഉള്ള അതാണ് നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അതുപോലെ മാക്സ് ഡിനേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫോൾസ് കണ്ടീഷൻ നോക്കുക. ലെസ് ദാൻ 1 മാക്സ് ഡിനേക്കാളും വലുതോ ആണെങ്കിൽ അപ്പോൾ തന്നെ പ്രിന്റ് ചെയ്യുക ഇൻവാലിഡ് ഇൻപുട്ട്. ഇവിടെ മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. ഡിഗ്രി ഷുഡ് ബി ബിറ്റ്വീൻ 1 ആൻഡ് മാക്സ് ഡി ആയിരിക്കണം. ഗെറ്റ് CH കൊടുത്തു. എക്സിറ്റ് 0. എക്സിറ്റ് 0 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പ്രോഗ്രാം എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലൈബ്രറി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് അതിൻ്റെ ഹെഡർ ഫയൽ stdlib.h അത് ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ stdio.hഉം conio.hഉം നിങ്ങൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആ ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ കൊടുക്കുക. ഇത് യൂസ് ചെയ്യണതുകൊണ്ട് ഇത് യൂസ് ചെയ്യണമെന്നില്ല. ഇവിടെ എക്സിറ്റ് 0 ഇല്ലാണ്ട് ഇവിടെ എൽസ് എന്ന് പറഞ്ഞിട്ട് ബാക്കി എഴുതിയാലും മതി. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്കിനി പോളിനോമിയൽസ് 2 റീഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ കൊടുത്ത പോലെ തന്നെ മെസ്സേജ് കൊടുത്തു. എൻ്റർ ദി കോഎഫിഷ്യൻസ് ഓഫ് ഫസ്റ്റ് പോളിനോമിയൽ ഫോർ ടേംസ് സ്റ്റാർട്ടിംഗ് ഫ്രം x raised to d to x raised to 0 in order. ഇനി അതിനുശേഷം റീഡ് പോളിനോമിയലിനെ കോൾ ചെയ്യാം. ഇത് റീഡ് പോളിനോമിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പോളിനോമിയൽ 1നെ
D1 എന്ന് പറഞ്ഞ ഡിഗ്രി വെച്ചിട്ട് റീഡ് ചെയ്യാൻ. അത് കഴിഞ്ഞ് മെസ്സേജ് പ്രിന്റ് ചെയ്യുക പോളിനോമിയൽ 2 റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ എൻ്റർ ചെയ്ത പോലെ തന്നെ എൻ്റർ കോഎഫിഷ്യൻസ് ഓഫ് സെക്കൻഡ് പോളിനോമിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് ഇവിടെ എൻ്റർ ചെയ്യുക. റീഡ് പോളിനോമിയൽ 2 D2 എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആഡ് പോളിനോമിയലിനെ വിളിക്കുക. അതിനകത്ത് ഈ പാസ് ചെയ്യേണ്ട പോളിനോമിയൽ 1, പോളിനോമിയൽ 2, പോളിനോമിയൽ 3, D1, D2 രണ്ടെണ്ണത്തിന് ഡിഗ്രി റിട്ടേൺ ചെയ്യുക. ഇതിൻ്റെ പോളിനോമിയൽ 3യുടെ ഡിഗ്രി ആയിരിക്കും. അത് D3 എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി പോളിനോമിയൽ 1 എന്നൊരു പ്രിൻ്റ് കൊടുക്കുക. പ്രിൻറ്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ട് പോളിനോമിയൽ 1നെ വിളിക്കുക. പോളിനോമിയൽ 1 പ്രിൻറ്റ് ചെയ്തു. അതിന് പോളിനോമിയൽ 2 എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് പോളിനോമിയൽ 2 പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സം ഓഫ് 2 പോളിനോമിയൽസ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് പോളിനോമിയൽ 3നെ പ്രിൻറ്റ് ചെയ്തു. അത്രയാണ് ചെയ്യാനുള്ളത്.